PSP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞുള്ളൊരു കാര്യമാണ്, ഈ ഓരോ നിമിഷവും ആകസ്മികമാണോ അതോ യഥാർത്ഥത്തിൽ അത് പ്രീ പ്ലാൻഡ് ആണോ. ഇപ്പൊ കാഷ്വാലിറ്റി എന്നൊരു സംഗതി യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും പല ആളുകളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാ നിമിഷങ്ങളും മുമ്പേ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് എങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത്? ഇത് ശരിക്കും നമ്മെ വല്ലാതെ വിസ്മയിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ശരി, ആകസ്മികമാണെങ്കിലും ആകസ്മികമല്ലെങ്കിലും ഈ ഒരു നിമിഷത്തിനെ നമ്മൾ അംഗീകരിക്കുന്നു. ഈ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഉള്ളത്. ആ ഒരു ബോധ്യത്തോടു കൂടി പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ എനിക്കൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഏതാനും ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രം കണ്ട ഒരു പരിചയം മാത്രമാണ് ഉള്ളത്. ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വിളിച്ചിരുന്നു ഇന്നത്തെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തതിന് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ജയരാജ് മിത്ര എന്നാണ്. അപ്പോൾ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും താല്പര്യമുണ്ട്. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. നമസ്തേ. നമസ്കാരം. അപ്പോൾ അടുത്ത കാലത്ത് ശരിക്കും ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റായിട്ട് കണ്ടത് ഭുവനേശ്വരി ദേവി സങ്കല്പത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അത് വളരെ കൗതുകകരമായ ഒരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുകയും, അപ്പോൾ നമ്മുടെ ഈ ഭാരതീയ സങ്കല്പത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു ആരാധനാ സമ്പ്രദായങ്ങളിൽ നമ്മൾ സ്ഥിരം കേട്ടുവരുന്നൊരു പദമാണ് കുലദേവത എന്ന് പറയുന്നൊരു സംഗതി. അപ്പോൾ ഈ കുലദേവത യഥാർത്ഥത്തിൽ പലയിടത്തും പോകുമ്പോൾ പറയാറുണ്ട് കുലദേവത പ്രാതികൂല്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുലദേവതയുടെ ആരാധന ക്രമം ശരിയല്ലാത്ത രീതിയിൽ നടക്കുന്നത് കൊണ്ട് പല കുടുംബങ്ങളിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഭുവനേശ്വരി ദേവി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുലദേവതയുടെ സങ്കല്പത്തിൽ വരുന്നതാണോ, അതോ എന്താണ് ഈ പറയുന്ന കുലദേവതാ സങ്കല്പം എന്ന് ഒന്ന് പറയാമോ? കേരളത്തിലെ ഭുവനേശ്വരി സമ്പ്രദായം എന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഞാനിത് പഠിച്ചിട്ടുള്ള ആളല്ല, അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതിലൊട്ടും കലർത്താതെ പരമാവധി കുറച്ചിട്ട് അനുഭവങ്ങൾ കുറച്ച് പറയുന്നതാണ്. കാരണം ആൾക്കാർക്ക് അത്ര അനുഭവങ്ങളില്ലാത്ത ആൾക്കാർക്ക് പലതും ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇവൻ തള്ളുകയാണ്, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ തള്ളി പറയുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി കുറച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളിൽ. ഭുവനേശ്വരി സമ്പ്രദായം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യം, ദുർഗ സപ്തശതി എന്നോ അല്ലെങ്കിൽ എന്താ ദശമഹാവിദ്യ എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ എന്ത് പേരിട്ടാലും ശരി, അതാണ് കേരളത്തിൻ്റെ ഉപാസന സമ്പ്രദായം. പണ്ട് ഒരുവിധപ്പെട്ട തറവാടുകളിലെല്ലാം തന്നെ ഈ ദശമഹാവിദ്യയിലെ ഈ ദേവതമാരെ ഉപാസിച്ച് കൂടെ കൂട്ടിയ ഒരു കാരണവരുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിതമെല്ലാം അതിനുവേണ്ടി മാറ്റി വെച്ചാണ്. അത് ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. എല്ലാ തറവാട്ടിലും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായി വരുമെന്നുള്ളതാണ്. അത് ഈ സനാതന സംസ്കാരത്തിൻ്റെ പ്രത്യേകത. പ്രധാനപ്പെട്ട തറവാടുകളെല്ലാം തന്നെ ഒരാൾക്ക് വിവാഹം വേണ്ട എന്ന് തോന്നും, ദേവതകളെ അന്വേഷിക്കാൻ തോന്നും, തേടി കെട്ടിക്കൊണ്ടുവരിക എന്നൊക്കെയാണ് പറയാം. അപ്പം അങ്ങനെ അവർ ചിലർ മറ്റേ നീലിയെ ഉപാസിച്ചിട്ട് ആ വഴിക്ക് പോകും. പലരും അവരവർക്ക് ഇഷ്ടമുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ഏത് ദേവതയിലേക്ക് അടുപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മുടെ കോശങ്ങളിൽ ആ ഭക്ഷണത്തിൻ്റെ ഏത് ദ്രവ്യമാണോ ചേർന്ന് പോകുന്നത് അത് ഇഷ്ടമുള്ള ദേവത നമ്മളിൽ പ്രഭാവമാവുക എന്നുള്ളത് എല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ പറഞ്ഞ പോലെ ദ്രാവിഡ മാന്ത്രികത്തിൽ പലവടി ചൊല്ലി പറഞ്ഞത് 4448 കാളിമാർ എന്ന് പറയുമ്പോൾ 4448 കാളി നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് ശരീരശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ 108 മർമ്മങ്ങളിൽ ഇരിക്കുന്ന ദേവതകളെ കുറിച്ച് പറയുന്നത്. അതിൽ ഏത് കാളിയാണ് പ്രസാദിക്കുന്നത് വെച്ചാൽ പൂവമ്പഴം തിന്നുന്നത്, താമരപ്പൂ തിന്നുന്നത്, ഇറച്ചി തിന്നുന്നത്, പച്ചമാംസം തിന്നുന്നത് പറഞ്ഞ് ഇതൊക്കെ കാളിയുടെ വിവിധ ഭാവങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം അതിലേതാണ് നമ്മളിൽ പ്രഭാവത്തിലാവുന്നത് അതിനെയാണ് നമ്മൾ തേടി പിടിച്ച് കൊണ്ടുവരിക. അതല്ലാതെ ബോധപൂർവം ഇതിനോട് ചേരാത്തൊരു ദേവതയെ നിർബന്ധമായി ഉപാസിച്ച് കയറിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ആ ദേവതയ്ക്ക് എന്താണ് ഭക്ഷണമെന്ന് തീരുമാനിച്ച് അത് കൊടുത്ത് നിവേദിച്ചതിന് ശേഷം അത് കഴിച്ച് അവർ ഈ സാമ്യം വരുത്തും. ദേവതയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ദേവതയ്ക്കുള്ള ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ ദ്രവ്യം ശരീരത്തിൽ വരും. അപ്പോൾ ആ രീതിയിൽ അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ദേവത വേണമെന്ന് തോന്നുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ തറവാടിന് ഇങ്ങനെ പോരാ ഉയർച്ച. അതായത് നാളെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ തലതെറിച്ചോർത്തൻ വരുന്ന ഉറപ്പാണ്. അവൻ കാണിക്കുന്ന പോക്കൃതരങ്ങൾ കൊണ്ട് മറ്റുള്ളവരൊന്നും ബുദ്ധിമുട്ടരുത്. 1. 2, ഈ കുട്ടികളെല്ലാം തന്നെ 7 തലമുറയ്ക്കെങ്കിലും നല്ല ഐശ്വര്യത്തിൽ കഴിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അവർ കല്യാണം കഴിക്കില്ല, വീട്ടുകാരെ എല്ലാ കാര്യം വീട്ടിലൊക്കെ വരൊക്കെ ചെയ്യും. പക്ഷേ രഹസ്യമായിട്ടായിരിക്കും ഒരു ഉപാസനകൾ. അതായത് നവരാത്രി ദിവസങ്ങളിൽ രഹസ്യ ഉപാസനകളോട് കൂടിയിട്ട് ആയിരിക്കില്ല. അപ്പോൾ കല്ലടിക്കോട് മലയിൽ പോയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ആരും അറിയുന്നില്ല. കല്ലടിക്കോട് അദ്ദേഹം പോയിന്ന് അറിയുന്നില്ല. ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് ചിലപ്പോൾ കാശിക്കൊക്കെ പോയിന്ന് വരാം. പിന്നെ അവർ ഈ ദേവത അവർക്ക് പിടികിട്ടി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മാന്ത്രിക വടി ഉണ്ടാവാം. ചിലപ്പോൾ അത് വെറും ചോറിൽ വടിയാവാം, ചിലരുടെ കയ്യിൽ മുടിയങ്കോലാവാം, ചിലരുടെ കയ്യിൽ നാഗവള്ളി എന്ന് പറയുന്ന അങ്ങനെ വളഞ്ഞിട്ടൊരു വടി അതാവാം. എന്താണെങ്കിലും അത് അവരുടെ ദേവത ബലമുള്ളൊരു മാന്ത്രിക ദണ്ഡ് എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിലുണ്ടാകും.
പിന്നെ അവരുടെ ഉപാസനകൾ, അത് ഉപാധികളുണ്ട്. അതായത് ഈ ദേവതയിലേക്ക് ഇവരെത്താൻ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. ദേവി മഹാത്മ്യാണെങ്കിൽ ആ ഗ്രന്ഥം അവരിൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആത്മീയ വഴികളിലൂടെ പോകുന്ന ആൾക്കാരിൽ കുറച്ച് കഴിഞ്ഞാൽ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഒരു രുദ്രാക്ഷം ധരിക്കണമെന്ന് തോന്നാറുണ്ട്. ആരും പരസ്യം ചെയ്തിട്ടല്ല. ഞാനും ഇപ്പോൾ രുദ്രാക്ഷത്ത് ഒരാളുടെ അടുത്ത് രുദ്രാക്ഷം ഇടാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ദിവസമാണ് തോന്നുന്നത് രുദ്രാക്ഷം. അപ്പം അതുപോലെ രുദ്രാക്ഷമാല ഉണ്ടാവും, വലിയ പണിയുള്ള രുദ്രാക്ഷമാല ഉണ്ടാവും. നമഃ ശിവായ. അപ്പോൾ പൊതുവേ സ്പിരിച്വൽ യാത്രകൾ ആരംഭിക്കുന്ന ആൾക്കാർക്ക് എന്താ കാരണം എന്നറിയില്ല, അറിയാതെ ഉള്ളിൽ നമുക്കൊരു തോന്നൽ വരുന്നത്. അപ്പോൾ രുദ്രാക്ഷമാല ഇടണം എന്ന് തോന്നും. രുദ്രാക്ഷമാല ഇടുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും തറവാട്ടിൽ ഈ പറഞ്ഞ ഉപാസനായ ആളുകളിൽ എന്താണെങ്കിലും വലിയ മണികളുടെ രുദ്രാക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഉണ്ടാവുമ്പോൾ ദേവതയെ അദ്ദേഹം ധരിച്ച് നടക്കുന്നു, പിന്നെ ഗ്രന്ഥം വായിക്കുന്നു, പിന്നെ കയ്യിൽ മാന്ത്രിക വടി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ആൾ ചില സമയങ്ങളിൽ അദ്ദേഹത്തിൽ ദേവത ആവേശിച്ചേക്കാം, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്വാഭാവികമായിട്ടും വാളുണ്ടാവും, ദേവതയ്ക്കൊരു വാളുണ്ടാവും. അപ്പം ഇതൊക്കെ പഴയ തറവാട്ടിലൊരു കോമൺ സാധനമായിരുന്നു. ഇവർ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു പ്രകൃതിയിലുള്ളൊരു ഊർജ്ജത്തിനെ അവരൊരു ആൾരൂപമാക്കി സങ്കല്പിക്കുന്നു. എന്നിട്ട് ആ ഊർജ്ജത്തിനെ അവർ തന്നെ സങ്കല്പം കൊണ്ട് ഒരു ദേവതയാക്കി മാറ്റി സൃഷ്ടിക്കുന്നു. ഊർജ്ജം തന്നെയാണത്. അപ്പം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു മറ്റൊരു എന്താ പറയുക, തീയിനോട് നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല, വെള്ളത്തിനോട് വർത്താനം. അപ്പം അതിനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് ആ എനർജിയെ മാറ്റി ഇവരുടെ മന്ത്രങ്ങൾ കൊണ്ടും ശക്തി കൊണ്ടും ഉപാസന കൊണ്ടും മാറ്റിയെടുത്തിട്ട് പിന്നെ ആ ദേവതയിൽ നിന്ന് ഊർജ്ജം തിരിച്ച് ഇങ്ങോട്ടെടുക്കുകയാണ്. ഊർജ്ജത്തിൻ്റെ ദേവതയാക്കി ദേവതയിൽ നിന്ന് ഊർജ്ജം എടുത്തിട്ടാണ് പിന്നെ അവരുടെ വീട്ടിലെ കാര്യം. അപ്പം ആരെവിടെ പോയാലും അമ്മയെ കാത്തോളനെ എന്നൊരു വാചകം ഇറങ്ങി പോകാൻ നേരത്തെ ആ വീട്ടിലെ ആരെങ്കിലും നെഞ്ചിത്തോട്ട് പറഞ്ഞാൽ അവരെവിടെ പോയാലും അമ്മ കാത്തോളും. കാരണം വെച്ചാൽ ആ അമ്മ തട്ടകത്തിലെ ദേവി ഏൽപ്പിക്കും, ആ തട്ടത്തിലെ ദേവി അടുത്ത തട്ടത്തിലെ ദേവി ഏൽപ്പിക്കും. നമ്മൾ ഏതുവരെ പോയാലും പ്രകൃതിയിലെ ഇത്തരം ഊർജ്ജഭാവങ്ങൾ കൈമാറി 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 തിരിച്ച് തട്ടത്തിൽ എത്തുന്നവരെ ഒരു പോറലേൽക്കാതെ കൊണ്ടുവരുന്നുള്ളതാണ് ഓരോ വീട്ടിലെയും ഭുവനേശ്വരി സങ്കല്പത്തിന്റെ പ്രാധാന്യം. അപ്പൊ അതിനാണ് ഭരദേവത എന്നുള്ള രീതിയിൽ ഇത് ദ്രാവിഡ സമ്പ്രദായത്തിൽ കുലദേവത എന്ന് പറഞ്ഞാൽ അമ്മമാരാണ്. നമ്മൾ അങ്ങനെ എങ്ങനെ പറയുക, ഭരദേവത എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കുന്ന ദേവത, അല്ലെങ്കിൽ നമ്മൾ ഭരിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുത്ത ദേവത. ചിലർ അടിമക്കാവ് എന്ന് പറയും. ചില ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ അടിമ കടത്തി കുട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ അടിമപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലം അത് പുതുക്കിക്കൊണ്ടിരിക്കണം. ഓരോ സമ്പ്രദായങ്ങളുണ്ട്. അതുകൊണ്ട് കുലദേവത ദ്രാവിഡ സമ്പ്രദായത്തിൽ അമ്മാവന്മാർ തന്നെയാണ്, അമ്മാവന്മാരാണ് ഒരു കുലദേവത എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല ജനറലി ആൾക്കാർ പറയുമ്പോൾ അതല്ല. അതായത് മലബാര സമ്പ്രദായങ്ങളിലൊക്കെ കുലദേവത അമ്മാവന്മാരാണെന്ന് പറയുന്നുണ്ട്. സാധാരണ കുലദേവതയ്ക്ക് 3 പറയുന്നില്ല, ശക്തയും ശൈവം അതുപോലെ തന്നെ വൈഷ്ണവം പറഞ്ഞിട്ടാണല്ലോ കണ്ടുപിടിക്കുന്നത്. പൊതുവെ നമ്മുടെ വീടുകളിൽ ശക്തയ പൂജ എന്ന് പറഞ്ഞ സാധനമാണ് ഈ പറഞ്ഞ ഭുവനേശ്വരിക്കൊക്കെ ചെയ്യാറ്. ശക്തിയെ ആരാധിക്കുന്നു, ശക്തിയെ ഉയർത്തുന്നു, ശക്തി ദേവി. തിരുവിതാംകൂറിലൊക്കെ പലയിടത്തും ഈ വൈഷ്ണവ സങ്കല്പങ്ങളിൽ വൈഷ്ണവ ഇത് കുലദേവതയായിട്ട് വരാറുണ്ട്, ശൈവവും വരാറുണ്ട്. വേട്ടക്കാരനൊക്കെ കുലദേവതയായിട്ടുള്ള അത് ശൈവ സമ്പ്രദായമാണ്. അതുമല്ലാത്ത ഇനി മലബാര സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാവാം, ആദ്യ ദ്രാവിഡം എന്ന് പറഞ്ഞ സമ്പ്രദായം, ഇതൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ ആദിവാസികൾ എന്താണെങ്കിലും നമ്മളുടെ ഈ ഒരു സങ്കല്പമല്ല, അവർക്ക് കുറേയും കൂടി അവർ ചിലപ്പോൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് അവർക്ക് കിട്ടിയതായിരിക്കും. ഈ പറഞ്ഞ ഉപാസനയും ചിലപ്പോൾ അവർക്ക് വേണ്ടിയല്ല, അവരുടെ സ്വത്തും വളരെ ശുദ്ധമായതുകൊണ്ട് നേരിട്ട് തന്നെ അവർക്ക് ചിലപ്പോൾ വിളിച്ചാൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ഈ ഭുവനേശ്വരി കേരളത്തിൽ കാണുന്ന, കേരള തമിഴ്നാട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗത്തെ സമ്പ്രദായമാണ് തുടങ്ങി. അതിൻ്റെ പിന്നാലെ നടന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു മുണ്ടും ജാക്കറ്റൊക്കെ ധരിച്ചിട്ടുള്ളൊരു അമ്മമ്മ എന്നുള്ളൊരു സങ്കല്പത്തിലാണ് കാണപ്പെടുന്നത്. അതായത് ഇത് ചില സമയത്ത് നമ്മുടെ മുമ്പിൽ വന്ന് കാണും. നമുക്ക് ആ ഭുവനേശ്വരി നാളെ തെളിഞ്ഞു നിൽക്കുന്ന നേരത്ത് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് സന്ധ്യാസമയത്ത് നമ്മൾ ലളിതാശ്രമം ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ദേവി മഹാത്മ്യം ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്, വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭുവനേശ്വരി നിന്ന് വന്ന് മുമ്പിൽ നിന്ന് വന്നിട്ട് നോക്കി തിരിച്ചിട്ട് പോകും. ഇത് കാണുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ വീടുകൾ ഇഷ്ടംപോലെ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ സമയത്ത് പേഴ്സണലി എന്നെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് എന്നെ തട്ടി വിളിച്ചു, രാവിലെ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ചെയ്യണ പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു, എനിക്ക് പൂവും കൂടി വേണം, പഴം മാത്രം പോരാന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇവര്. അല്ലാണ്ട് ഇതൊന്നും ഹാലൂസിനേഷനോ അല്ല, തലയ്ക്ക് വെളിവില്ലാണ്ടായതോ പിരിപൊട്ടിയതൊന്നുമല്ല. അത് കൃത്യമായിട്ട് അവർക്ക് പക്ഷെ അത് പറയാൻ വേണ്ടിയാണ്. കാരണം അപ്പുറത്തെ ആൾക്കാർക്ക് അനുഭവം ഇല്ലാത്ത സാധനം ഞാൻ ഇങ്ങനൊരു മുത്തശ്ശി വന്നതിൻ്റെ അടുത്ത് സംസാരിച്ച് പോയി എന്ന് പറഞ്ഞാൽ ഭക്തിമുഹൂർത്തി ഭ്രാന്തായതാണെന്നേ പറയുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷം മനസ്സുമായിട്ട് സഞ്ചരിക്കുന്ന കേരളത്തിൽ അതിനങ്ങനെയാണ് വ്യാഖ്യാനം വരും. അപ്പം അതുകൊണ്ട് അവരത് ആരോട് പറയണം എന്നുള്ളൊരു സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു പക്ഷേ
എനിക്കിത് പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. ഇത്ര ഒരു ദിവസം 5-6 മിനിമം വിളിക്കുന്നത്. അവരുടെ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന ഭുവനേശ്വരി ആ വീട്ടിലെ എല്ലാവരെയും കാത്തിരിച്ചു. അതൊരു വംശവൃക്ഷമാണെന്ന് വിചാരിക്കാം. ഞാൻ ചോദിക്കുന്നത് എല്ലാ വീടുകളിലും ഈ ഇതുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ മിക്കത് എല്ലാ വീടുകളും എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം തറവാട്ടില് അംഗസംഖ്യക്കുള്ള വീടുകളിൽ, അല്ലാണ്ട് കൊച്ചു കൊച്ചു വീടുകളൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഈ സമ്പ്രദായവും ദേവതയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഒരാൾ തേടിക്കൊണ്ടൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അങ്ങനെ ഒരാൾ ആ വീട്ടിൽ ഉണ്ടായിക്കൊള്ളുന്നത് കുറച്ച് അംഗങ്ങളാവുമ്പോഴാണ് ഇത് ഇനി ഈ അതായത് മനുഷ്യന് എല്ലാറ്റിനെയും നേരിടാൻ പറ്റില്ല. ചിലതിനൊക്കെ പുറത്തുനിന്ന് ശക്തി എടുക്കണം എന്നുള്ള തോന്നൽ ഒരു കാരണവർക്ക് വരുമ്പോഴാണ് ഭുവനേശ്വരി വരുന്നത്. 1-2 ആൾക്കാരുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, അതായത് ഉപാസകൻ മരിച്ചു കഴിഞ്ഞാൽ, ഉപാസകൻ ദേവതയിലേക്ക് ദേവതയോട് ചേർന്ന് യാത്ര ചെയ്ത ആളായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ അടുത്ത ജന്മം എന്ന് പറഞ്ഞ സാധനത്തിന്റെ നോർമലി നമ്മൾ പറയുന്ന അടുത്ത ജന്മത്തിലേക്ക് അല്ല അദ്ദേഹത്തിന്റെ യാത്ര. അദ്ദേഹം ആ തറവാട്ടിൽ തന്നെ ആ ഊർജ്ജം അതുപോലെ തന്നെ ഉണ്ട്. ശരീരങ്ങൾ പോയെങ്കിൽ പോലും എന്താണോ അദ്ദേഹത്തിന്റെ രൂപം ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം ആ തൊടിയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുമുത്തൻ, ഗുരുമുത്തച്ഛൻ, ഗുരുമുത്തപ്പൻ, ഗുരുപീഠം എന്നൊക്കെ പറഞ്ഞ പല പേരിൽ വിളിക്കുന്ന ഒരു പീഠം ഉണ്ടായിരുന്നു. യോഗീശ്വരൻ പക്ഷെ സങ്കല്പം വേറെയാണ്. യോഗീശ്വരനും അവധൂതൻ, നമ്മുടെ വിഭാഗങ്ങളിലൊക്കെ സാധാരണ മുത്തപ്പ സമ്പ്രദായം ഇല്ല. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാം മധ്യ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വള്ളുവനാട്ടിന്റെ സാധനങ്ങളാണ്. അതിപ്പോ എന്താ പറയാ, പറക്കുട്ടി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പാക്കനാര് മുറമിറ്റ കഥയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഒരു ചെറിയൊരു ഏരിയ ഉള്ള. എന്നാൽ വെട്ടത്ത് നാട്ടിൽ അതില്ല. കാരണം വെട്ടത്ത് നാട്ടില് അതിനൊക്കെ പുറകിൽ കഥയില്ല. അതുകൊണ്ട് അത് ഇങ്ങോട്ട് വരാൻ ക്ഷേത്രങ്ങളിൽ സാധാരണ കാണുന്ന മന്ത്രമൂർത്തിയും യോഗീശ്വരനാണ്. അപ്പൊ ഞങ്ങളും തറവാട്ടിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യോഗീശ്വരനുണ്ട്. അപ്പൊ എല്ലാ അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ കുടുംബങ്ങളിലും ഒരാള് ഇതുപോലെ വഴിമാറി അദ്ദേഹം ചിലപ്പോൾ ഈ പറഞ്ഞ യോഗി ഭാവത്തിലേക്ക് ഉയർന്ന ആളെ യോഗീശ്വരനാവുമ്പോൾ വിളിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് പറയാറില്ല. അപ്പോ എന്തായാലും കാരണവരെന്ന് പറയും. അവിടെ കാരണവരെന്ന് പറയും. നമ്മളിപ്പോ വിളിക്കുമ്പോ ഇനി ഇദ്ദേഹത്തിന് ശേഷം അവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടല്ലോ. ഇവരെല്ലാവരും ഈ പീഠത്തിലേക്ക് ചേരുകയാണ്. അതായത് ഒരു ചങ്ങലക്കണ്ണിയിലേക്ക് അടുത്ത കണ്ണിയായിട്ട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ആരെങ്കിലും ഒരാൾ അതൃപ്തിയായിട്ട് നിൽക്കുന്ന നേരത്ത് പിതൃക്കൾക്ക് കോപം എന്ന് പറയുന്ന സാധനം. അതായത് ഈ ചങ്ങല തിളങ്ങി നിൽക്കേണ്ട ഒരു ചങ്ങലയിൽ ഒരു കണ്ണി ശരിയില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ പിതൃക്കൾക്ക് കോപം എന്ന് പറയും. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ പോലെ ബലികർമ്മങ്ങൾ ചെയ്യേണ്ടി വരണം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ. അപ്പോൾ ഭഗവതി ഇരിക്കാൻ ഒരു പീഠമുണ്ട്, മറ്റേ ഗുരുവിന് ഇരിക്കാനൊരു പീഠമുണ്ട്, ഗുരുക്കന്മാർക്ക് ഇരിക്കാനൊരു പീഠമുണ്ട്. ഈ പീഠം ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പഴയ സമ്പ്രദായം അനുസരിച്ച്. കാരണം അവർക്ക് ഇരിക്കാനൊരു പീഠം എന്ന് മാത്രമേ. പക്ഷെ ഇത് തറവാടുകളുടെ രീതി മാറിയിട്ട് ഈ പൂജകളെല്ലാം ചെയ്യേണ്ടത് നമ്പൂതിരിമാരാണ് എന്ന തീരുമാനത്തിലേക്ക് തറവാട്ടിലുള്ളവർ മാറിയൊരു കാലമുണ്ട്. അതായത് തറവാട്ടിലുള്ള അന്നത്തെ കാരണവർ ഈ പൂജാ സമ്പ്രദായം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് വല്ല ഭ്രാന്തുണ്ട്. ഏത് നൂറ്റാണ്ടിൽ നിങ്ങൾ ജീവിക്കണം എന്നുള്ള ഒരു പരിഹാസം അവർക്ക് കിട്ടി തുടങ്ങിയപ്പോൾ അവർ പതുക്കെ മിണ്ടാണ്ടായി. അങ്ങനെ അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുക്കാതെ പോയവരുണ്ട്. എന്താണ് അതിന്റെ സിസ്റ്റം, എങ്ങനെയാണ് പൂജിക്കേണ്ടത്, എന്താ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിന്റെ ഏതേത് ചാപ്റ്ററുകളാണ് നമ്മൾ വായിക്കാറ്. എല്ലാവരും 11-ാം അധ്യായം വായിക്കാറുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഏതൊക്കെ അധ്യായങ്ങൾ വായിക്കണം എന്ന് അവിടെ തീരുമാനമായിട്ടുണ്ട്. കാരണം പിന്നെ നമ്മളൊരു തീരുമാനമുണ്ട്, എന്ത് നേരത്തെ കൊടുക്കുന്ന തീരുമാനമുണ്ട്. എനിക്കും എൻ്റെ പരമ്പരയിലും അവർക്ക് എല്ലാവരും ഉള്ളിടത്തോളം കാലം തന്നെ ഞങ്ങൾ നോക്കിക്കോളാം, തിരിച്ച് നീ ഞങ്ങളെ നോക്കണം. അഥവാ എന്തെങ്കിലും വീട്ടിൽ ഏനക്കേട് വന്നു കഴിഞ്ഞാൽ അവർ പറയും ചെയ്യും, എന്നെ നോക്കാത്ത ദേവരെ എനിക്കും വേണ്ട, എടുത്ത് കാട്ടുകളെന്ന് പറയും. അതിനൊരു മടിയില്ല അവർക്ക് പറയാൻ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അപ്പൊ ദേവത അവരുടെ ഒരു കൂട്ടുകാരി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള നിലയ്ക്കോ അമ്മ ഏത് നിലയ്ക്കെടുത്താലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നൊരു ബന്ധം അവർക്കുണ്ടായിരുന്നു. അപ്പൊ ഇവര് മരിക്കുന്ന സമയത്ത് അവർക്കൊരു പീഠം ഇവർക്കൊരു പീഠം. അപ്പൊ ആ പീഠത്തിൽ അവർ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, പീഠം എങ്ങനെ വെച്ചാലും അവർ ഇരുന്നോളും. പക്ഷെ നമ്പൂതിരി അകത്ത് കയറി, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ അറിവ് പകർന്നു കൊടുക്കാതെ പോയിട്ട് വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങി, പൂജ മുടങ്ങി, ചിലർ പീഠം എടുത്ത് കളഞ്ഞു, ഇപ്പോൾ പീഠം ഒഴുക്കി, അപ്പോൾ ഇതൊന്നും ഇനി കൊണ്ടു നടക്കണമെന്ന് എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ജ്യോത്സ്യന്മാർ വരും. എല്ലാ ജ്യോത്സ്യന്മാരെന്നല്ല പറഞ്ഞു, കാരണം ദക്ഷിണ കിട്ടൽ മാത്രം ഉദ്ദേശിക്കുന്ന പറഞ്ഞ ജ്യോത്സ്യന്മാർ എന്തായാലും നാട്ടിലുണ്ടാവും. അപ്പോൾ അവർ വന്നിട്ട് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ട് ഇതിനെ പുഴയിൽ ഒഴുക്കിക്കോളൂ, ഇതിനെ കാട്ടിൽ കളഞ്ഞോളൂ, ഇതിനെ അമ്പലത്തിൽ കൊടുത്തോളൂ, നമുക്ക് ആവാഹിച്ചിട്ട് ലക്ഷ്മിനാരായണ പ്രതിമയ്ക്ക് ആവാഹിച്ച് അപ്പോഴാണ് പ്രേത സാന്നിധ്യം ഉണ്ടെന്ന്. പ്രേത സാന്നിധ്യം മുഴുവൻ നമ്മുടെ കാരണവന്മാരാണ്. ദുർമരണം സംഭവിച്ചാണെങ്കിൽ അഗ്നിയിൽ വീണത്, പാമ്പ് കടിച്ചത്, തൂങ്ങി മരിച്ചത്, വണ്ടി അടിച്ചതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയും. അല്ലാത്തൊരു പ്രേത സാന്നിധ്യം കണ്ടാൽ അത് കാരണവരാണ്. അതിനെ ആവാഹിച്ച് കൊണ്ടുപോയാൽ നമ്മുടെ ശക്തിയാണ് ആവാഹിച്ച് കളയുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രേത സാന്നിധ്യം എന്ന് പറയുമ്പോഴേക്കും ചാടിക്കര അതിനെ ആവാഹിച്ചു ആ പ്രേതം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പേടിയാണ്. പക്ഷെ അത് നമ്മളെ സഹായിക്കാൻ വന്ന ഗുരുക്കന്മാരിൽ ഒരാളാണ്. ചിലർ സുബ്രഹ്മണ്യനെ ഉപാസിച്ചിട്ടുണ്ടാവാം, ചിലർ ഭദ്രകാളിയെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം, ചിലർ കല്ലടിക്കൂടെ നീലിയെ ഉപാസിച്ചിട്ടുണ്ടാവാം. എന്താണെങ്കിലും ഇവരൊക്കെ നമ്മുടെ തറവാടിന്റെ രക്ഷാമൂർത്തികളായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൊണ്ട് കളഞ്ഞപ്പോൾ ഇവര് ഇരിപ്പിടം കൊണ്ട് കളഞ്ഞു. ഇവരെ കൊണ്ട് കളയാനും പറ്റില്ല, ഇവർക്ക് ആവാഹിക്കാനും പറ്റില്ല. അതിനുള്ള ആൾക്കാരൊന്നും ഇപ്പം എന്തായാലും തൽക്കാലം ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ട് അവിടെ എങ്ങനെ നടക്കും,
നോക്കുമ്പോൾ അവർക്ക് ജേദ്യവും ഇല്ല, വിളക്കും ഇല്ല, ഇരിക്കാനുള്ള പീഠവും ഇല്ല എന്ന് പറയുമ്പോൾ അവർ സൂചനകൾ തരാൻ തുടങ്ങും. ആദ്യം തൊഴുത്തിലെ പശുയാവും, പിന്നെ കൂട്ടിലെ കോഴിയാവും, പിന്നെ നായ പാമ്പ് പിടിച്ചാവും. ഇങ്ങനെ ജീവികളിലാണ് തുടങ്ങുക. പിന്നെ ഒരു മരം വീടിന്റെ തെക്കേ മൂലയ്ക്ക് വീഴും. ഇങ്ങനെ ഓരോരോ ലക്ഷണങ്ങൾ കാണിച്ചിട്ട് പിന്നെ കുട്ടികൾക്ക് അസുഖം വരിക, അല്ലെങ്കിൽ ദുർമരണങ്ങൾ സംഭവിക്കുക, ആക്സിഡന്റ് സംഭവിക്കുക, അടുപ്പത്ത് നേരം വയ്ക്കുമ്പോൾ വസ്ത്രത്തിന് തീപിടിക്കും. ഇങ്ങനെ നിരന്തരം ഒരു സൂചനകൾ തരും. കാരണം ഇവര് ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തടിക്കെടുക്കാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അപ്പൊക്കെ നമ്മള് പിന്നെ വണ്ടി അടിച്ചാൽ വീഴാതിരിക്കുമോ, മുറിയാതിരിക്കുമോ, അടുപ്പത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കത്താതിരിക്കുമോ. അപ്പോൾ അങ്ങനെ അവഗണിച്ച് പോയിട്ട് അവസാനം ഇവർ ഒരു കാലത്ത് ഇവർക്ക് മനസ്സിലാവില്ല എന്ന് കാണുമ്പോൾ ഏറ്റവും ഇളയ കുട്ടിയെ പിടിക്കും. ജനിക്കുന്ന സമയത്ത് ആ കുട്ടി പ്രശ്നം തുടങ്ങും. ഒന്നുകിൽ അപസ്മാരമാവാം, അതല്ലെങ്കിൽ മറ്റേ എന്തിനാ കണ്ടിട്ട് കരയാൻ തുടങ്ങും, കുട്ടിയും കരയുക, അതല്ലെങ്കിൽ ഉറക്ക നിലവിളിക്കുക, എന്തിനാ കാരണം മനസ്സിലാവില്ല. ഇങ്ങനെ അപ്പോഴാണ് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോവും, പല ചികിത്സയും ചെയ്യും. പക്ഷെ അവർക്കൊന്നും പിടികിട്ടില്ല. അവസാനം അവർ അച്ഛനമ്മയും കളിയാക്കാൻ തുടങ്ങും. പരിഹാസമാണല്ലോ നമ്മുടെ തലമുറയ്ക്ക് കൊടുത്തത്. അത് നമുക്ക് പുറത്ത് കിട്ടണം, പ്രപഞ്ചത്തിന് കിട്ടണം. അപ്പോൾ ഡോക്ടർമാർ പറയും, ഇത് ലോകത്ത് ആദ്യമായിട്ട് നല്ലൊരു കുട്ടി അച്ഛനമ്മയും പ്രസവിക്കണമെന്ന് ഉണ്ടാക്കണതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കുട്ടിക്ക് ഒരു കാഴ്ച അവരിൽ ഒരു ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ അവരുടെ പരിഹാസമാകുമ്പോഴാണ് ഇവർ നമുക്കൊന്ന് ജോത്സ്യനെ പോയി കണ്ടാലോ എന്നാലോചിക്കും. അപ്പോഴാണ് ഈ ജോത്സ്യൻ്റെ പിൻതലമുറയോ മുൻതലമുറയോ എന്തോ ആയിക്കോട്ടെ, ഭുവനേശ്വരി കോപമുണ്ട്, കാരണമാര് കോപത്തിലാണ് അതിനൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത്. കളഞ്ഞതൊക്കെ തിരിച്ചു കൊണ്ടുവരാനാണ് അതിനടുത്തത്. അപ്പോൾ 5 ലക്ഷത്തിന് കളഞ്ഞാൽ 50 ലക്ഷത്തിന് തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് ആ വീടെത്തും. അപ്പോഴേക്കും ആവശ്യത്തിൽ കൂടുതൽ. ഇനിയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി നമ്മുടെ അടുത്ത് വഴക്ക് കൂടിയിട്ട് പിണങ്ങി പോയിട്ട് റൂമിൽ പോയി കിടന്നു വിചാരിക്കും. ചെന്ന പിന്നാലെ തന്നെ നമ്മൾ പോയിട്ട് ആ സാറിലട എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ പോരും. പക്ഷെ നമ്മൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 മണിക്കൂർ അവനെ കരയാൻ വിട്ടിട്ട് അതിനുശേഷം അവന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം കൊണ്ടേ കൊടുത്താൽ അവനത് അടിച്ചു തീർക്കുകയും എനിക്ക് നിങ്ങൾ വേണ്ട, ഞാൻ പട്ടിണിന്ന് ചത്തോട്ടെ എന്നൊരു തീരുമാനമുണ്ട്. ആ ഒരവസ്ഥയാണ് ഇനി കാരണന്മാരും ഭുവനേശ്വരിക്ക് അടക്കണ്ടായിട്ടുള്ളത്. കാരണം പിന്നെ നമ്മൾ പരിഹാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഇരട്ടി തിരിച്ചടിക്കും. അപ്പോൾ നമ്മളത് നിർത്തും പേടിച്ചിട്ട്. സത്യത്തിൽ അവർ ദേഷ്യം വന്നിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ബലിയിടാൻ പോകുമ്പോൾ നമ്മളവിടെ എത്തിയാലേ ബലിയുള്ളൂ. അതിന് വണ്ടി ആക്സിഡന്റ് ആവുകയോ കാറ്റ് പോവുകയോ ടയർ പഞ്ചറാവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സമയത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും.